അതെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഈ തെരുവ് നായ്ക്കളെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് വന്ന കമൻറ്റുകൾ, അതായത് മൃഗസ്നേഹികളെന്ന്, ഞാനതിൻ്റെ മൃഗസ്നേഹികളെന്ന് പറഞ്ഞത്, പക്ഷേ മൃഗസ്നേഹികളല്ല, നായ്ക്കളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അവരുടെ കമൻറ്റുകളാണ് അത്. ഞാൻ ആ വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ അവർ അടക്കം അല്ലെങ്കിൽ മനുഷ്യരെ കടിച്ച് കൊല്ലുന്നതിനും അല്ലെങ്കിൽ അതിനൊന്നും അവർക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പം പശുക്കളെയും പോത്തിനെയും ആടിനെയും കോഴിയൊക്കെ കൊല്ലുന്നതിനൊന്നും അത് മൃഗങ്ങളല്ലേ, അപ്പോൾ അതിനൊന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ നായ്ക്കളെ പോലെ തന്നെ ഏറ്റവും ഇപ്പം പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ പന്നികളെന്ന് പറയും. അതിനെ അതിൻ്റെ ഉപദ്രവം കാരണം ഗവൺമെൻറ് അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡറുണ്ട്. കൊന്നിട്ട് അതിനെ കഴിക്കരുത്, കുഴിച്ചിടണം, നമുക്ക് കഴിക്കാനുള്ള അവകാശമില്ല. ഓക്കെ, അതേപോലെ തന്നെ ഉപദ്രവമാണ് ഇപ്പോൾ ഈ നായ്ക്കളെ കൊണ്ടുള്ളത്, എത്രയോ കേസുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ലിസ്റ്റ് ഞാൻ ഇട്ടേക്കാം, ഗൂഗിളിൽ നിന്ന് എടുത്താണ്. അപ്പം ഇവർ അല്ലാതുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴൊന്നും അല്ലെ ഈ സമരത്തിനും അതിനൊന്നും ഇറങ്ങുന്നില്ല. ഇപ്പം തിരുവനന്തപുരത്ത് മേയർ ഇതിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അപ്പോൾ അതിന് സമരം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുകയാണ്. എന്താ ചെയ്യും? തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ നായ്ക്കളുടെ പ്രശ്നമുള്ളതാണ്. അവിടെ ജനങ്ങൾ പൊറുതിമുട്ടി അതിനുള്ളൊരു പരിഹാരമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കൊല്ലണമെന്നൊന്നും ആരും പറയുന്നില്ല. കൊല്ലാണ്ട് ഓക്കെ, നിങ്ങൾക്ക് കൊല്ലുന്നു എന്നാ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അതിനെ എടുത്ത് നിങ്ങൾ മൃഗസ്നേഹികൾ മീൻസ് നായ്ക്കളെ സ്നേഹിക്കുന്നവരെല്ലാം കൂടി ഒരു ഫണ്ടും എല്ലാം രൂപീകരിച്ചിട്ട് അതിനുള്ള സ്ഥലങ്ങൾ റെഡിയാക്കി നിങ്ങൾ കൊണ്ട് വളർത്തുക, അതല്ലേ നല്ലത്. അപ്പോൾ കൊല്ലത്തില്ലല്ലോ, അത് ഗവൺമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ല മേയറുമായിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിച്ചിട്ട് തീർക്കാനുള്ള ഈ സമരം ചെയ്തിട്ട് ബാക്കിയുള്ള ജനങ്ങൾക്ക് കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. ഈ തെരുവ് നായ്ക്കളെ കൊണ്ടിട്ട് കുറേ കുഞ്ഞുങ്ങളെയൊക്കെ കടിക്കുന്നതും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നിങ്ങൾ നോക്ക്, അതാണോ ഇതിനെ സംരക്ഷിക്കുന്നതാണോ അല്ലെങ്കിൽ ഇതിന് ഒരു പരിഹാരം വേണ്ടായോ? എല്ലാവരും പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. അല്ല ഇവരെ പോലുള്ളവർ വന്നിട്ട് ഇതേപോലുള്ള സമരങ്ങളും ചെയ്തിട്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ സമ്മതിക്കത്തില്ല ഗവൺമെൻറ്റിനെ കുറിച്ച്. പഞ്ചായത്താണെങ്കിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. ഇതിൽ പാർട്ടി ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടി നോക്കിയല്ലല്ലോ പട്ടി കടിക്കാൻ വരുന്നത്. അതിൽ ചിലരൊക്കെ പറഞ്ഞാൽ ഞാൻ സംഘിയായിട്ടാണ് ഇത് പറയുന്നത്. കടിക്കാൻ വരുന്ന പട്ടിക്ക് ഇത് സംഘിയാണോ, ചിലർ പറഞ്ഞു ഞാൻ നായരാണോ അല്ല ഇടവനാണോ അല്ലെങ്കിൽ പട്ടരാണോ നോക്കിയിട്ടല്ലല്ലോ പട്ടി കടിക്കാൻ വരുന്നത്. അത്രയ്ക്ക് ബോധമില്ലാത്ത ടീമുകളൊക്കെയാണ് അതിൻ്റെ കമൻറ്റ് ഇട്ടത്. എന്താ പറയാൻ, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താ, എനിക്ക് കുട്ടികളോട് സ്നേഹമില്ലെന്നോ ഒക്കെ ഒരു ചേച്ചി പറയുന്നത് കിട്ടും. എനിക്കൊരു കുഞ്ഞുണ്ട്, അതിനെ നാളെ വെളിയിലോട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ടൈം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഏതൊരു രക്ഷകർത്താക്കൾക്കും കുട്ടികളും അല്ലെങ്കിൽ വലിയവരാണെങ്കിൽ പോലും ഈ ആക്സിഡൻറ്റുകളാണെങ്കിലും പലതും ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒരു കഴിഞ്ഞ മാസം അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് മാത്രമാണ് അതിനുവേണ്ടി ഞാൻ പ്രതികരിച്ചത്, ഇങ്ങനൊരു സംഭവം കണ്ടപ്പം പ്രതികരിച്ചത്. അങ്ങനെ ഓരോരുത്തരുടെയും സ്വന്തമായിട്ടൊരു അനുഭവം വരുമ്പോൾ മാത്രം പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അതിന് എന്നെ വന്ന് നീ അത് കാണാൻ ഇതാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ അനുഭവമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക, ഞാൻ പറഞ്ഞത് നല്ലതാണെങ്കിൽ. ബാക്കി ഈ നായ സ്നേഹമുള്ളവർ അവരെ കിടന്ന് പറയും, കേട്ടത് അവരങ്ങനെയാണ്, അവർക്ക് മനുഷ്യനെക്കാട്ടിലും വലുത് അവരാണ്. അല്ല, ഇപ്പം എന്താ പറയുന്നത്?